സയൻറ്റിഫിക്കലി വളരെ ഉന്നതമായ നിലയിൽ എത്തി നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആളുകൾ വിശ്വാസികളാകുന്നത് ഒരു കോൺട്രഡിക്ഷൻ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതൊരു പ്രത്യക്ഷത്തിൽ അത് കോൺട്രഡിക്ഷനായിട്ട് തോന്നാമെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ അതിനൊരു കോൺട്രഡിക്ഷനായിട്ട് അല്ല കാണുന്നത്. അതായത് ഈ സയൻറ്റിഫിക്കായിട്ട് ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്കുണ്ട്, നമുക്ക് ആക്സസിബിളാണ്. പക്ഷേ ആ അറിവ് ഒരിടത്ത് പ്രയോഗിക്കുന്നത് വേണ്ട എന്നുള്ളത് ഓരോ ആളിൻ്റെയും തീരുമാനമാണ്. അയാൾ വ്യക്തിപരമായിട്ട് എടുക്കുന്ന തീരുമാനമാണ് ഈ നോളജ് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ റോക്കറ്റ് മുകളിലേക്ക് അയക്കുന്ന ഒരു എഞ്ചിനീയറോ സയൻറ്റിസ്റ്റോ റോക്കറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഈ അറിവുകളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ റോക്കറ്റിന് മുകളിൽ എത്തിക്കുന്നതിൽ വേറെ എന്തിനെങ്കിലും കൂടി പങ്കുണ്ടെന്ന് അയാൾ കരുതുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അയാളുടെ ചോയ്സാണ്. ഞാൻ പറയുന്നത് അത് ന്യായീകരിക്കലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. പക്ഷേ അതുള്ളത് കൊണ്ട് മാത്രം നാരങ്ങ ഉപയോഗിക്കുകയും അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന കഥ മാറും. ബാക്കി സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവ് മുഴുവനും പ്രയോഗിച്ച ശേഷം അതിന് മുകളിൽ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വെക്കുന്ന കടുക് വറുക്കുക എന്നൊക്കെ പറയുന്ന പോലെ കൂട്ടിച്ചേർക്കലാണ് പലപ്പോഴും പ്രാർത്ഥനയെന്നോ മോഡൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നതോ തേങ്ങ അടിക്കുന്നതോ ഉള്ള പ്രവൃത്തികളായിട്ട് മാറുന്നത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. തേങ്ങ അടിക്കാതെ പോകുന്ന റോക്കറ്റുകൾ അവിടെ എത്തുന്നില്ലേ? നാരങ്ങ കെട്ടാതെ പോകുന്ന റോക്കറ്റുകൾ എത്തുന്നില്ലേ? നാരങ്ങ കെട്ടിയിട്ട് പോകുന്ന എല്ലാ റോക്കറ്റുകളും എത്തുന്നുണ്ടോ?